എല്ലാവർക്കും ടു സ്ട്രീം. ആൻഡ് ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാം. ചാറ്റിലും കുറെ പേര് പറയുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു സൈഡിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തുടങ്ങുവാണ്. അതായത് എൻ്റെ പേരൊക്കെ ഇതിനകത്ത് വന്നതുകൊണ്ട് പറയുവാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ RP അപരാധത്തിലൊക്കെ എൻ്റെ പേരൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് പറയുവാണ്. ഇപ്പൊ MRC വേഴ്സസ് MRC നടക്കുന്ന ഇഷ്യൂല്, അതായത് MRC വേഴ്സസ് MRC എന്ന് പറഞ്ഞാൽ ഷെമീർ വേഴ്സസ് ഷെയ്ഖ് അടി നടക്കുന്നതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഇവരുടെ രണ്ടുപേർക്കും എതിരെയുള്ള പ്രൂഫും മറ്റേ അതും ഇതും ഓരോ ചെയ്തതെല്ലാം എനിക്ക് കൊണ്ട് തന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഓസി കാര്യങ്ങൾ എടുത്തു വെച്ച് അവരാധിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അന്നേ ഷെയ്ഖിനെയും വിളിച്ച് പറഞ്ഞു, അതുപോലെ ഷെമീറിനെയും വിളിച്ച് രണ്ടുപേരെടുത്തും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരാധിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ഒഴിവാക്കിയതാണ്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ പുതുമയായിരിക്കും. എനിക്ക് പക്ഷേ ഇതറിയാം. എനിക്ക് ഒരുപാട് നാൾക്ക് മുമ്പേ അറിയാം. സിറ്റിയിലെ സിറ്റുവേഷന്, അവരുടെ ബൂട്ട് ക്യാമ്പിലെ കാര്യങ്ങൾ എനിക്ക് വിളിച്ചു പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അലിൻ ജോസ് പെരേരയുടെ ഒക്കെ ആ സിറ്റുവേഷൻ വന്നപ്പം ഷെമീർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഇതുപോലെ പറഞ്ഞത്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന്. എനിക്കിത് നല്ലതുപോലെ നേരത്തെ തൊട്ടേ അറിയാം. എനിക്ക് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുക ഗൈസ്, അവരുടെ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എനിക്ക് ആഘോഷിക്കാനും അത് വിളിച്ചു പറയാനും എനിക്ക് താല്പര്യമില്ല. കാരണം TV-ക്കകത്ത് ഇതുപോലെ ഒരു വർഷം മുമ്പ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നതാണ്. അതുകൊണ്ട് അതിന്റെ വിഷമവും എല്ലാം അറിയാം. ഒരുമിച്ച് ഒരു ഗ്യാങ്ങായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകുമ്പോഴുള്ള വിഷമം നല്ല രീതിയിൽ അനുഭവിച്ചൊരുത്തനാണ് ഞാൻ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എൻ്റെ സൈഡ് ഞാൻ പറയാമല്ലോ, ഞാനും റിബലും ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണേണ്ട വന്നേനെ. അതിൽ എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്. സത്യം പറയാം, എനിക്ക് റിബലിനോട് റെസ്പെക്ട് ഉണ്ട്, എനിക്ക് എന്നോട് റെസ്പെക്ട് ഉണ്ട്. ഞാനും റിബലും ഞങ്ങളുടെ ഇഷ്യൂസ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ ലൈവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേനെ. ഞങ്ങൾ ലൈവിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് താല്പര്യമില്ല ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതുപോലെ ആയി പോയേനെ ചിലപ്പം. ഒന്നാമതേ ഞങ്ങൾ എല്ലാവരും മൈൻഡ്ഫക്ക് ആയതാണ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ. ഞങ്ങൾ അവരുടെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക് വന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആരെ ഉപദ്രവിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തടത്തോളം കാലമാണ്. അതുകൊണ്ട് പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി നിങ്ങൾക്ക് വന്ന് പറയാമെന്ന് ഫേസ് ക്യാം ഇട്ട് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയവര് നമ്മുടെ ഏറ്റവും വലിയ റൈവലറി ഗ്യാങ്ങിലാണ് കളിക്കുന്നത്. അതായത് ദിഗോടും പപ്പടം അടക്കം എല്ലാവരും അവിടെ കളിക്കുന്നത്. എന്നിട്ട് പോലും എന്നെ പറ്റി അവർ ഇതുവരെ ഒന്നും വന്ന് പറഞ്ഞിട്ടുമില്ല. പറയാനുള്ള അവസരം ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ആരും വന്ന് സംസാരിക്കാറില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഞങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ TV-ക്കകത്ത് ഞങ്ങൾ അതിനെ തമ്മിലടി ആയിട്ടില്ല. ഉണ്ടായത് ഞാനും റിബലും തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ അവിടെ വിട്ടതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിലും ഇനി ഇവര് രണ്ട് സൈഡിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ എന്നെ ഡ്രാഗ് ചെയ്താലും എനിക്ക് ഇതിൽ ഇടപെടാൻ താല്പര്യമില്ല. തൊപ്പി എക്സ്പോസ്ഡ് ബ്രോ, ഞാൻ ഷെമീറിന്റെ വീഡിയോ ഞാൻ കണ്ട്. അതൊക്കെ ഒരു സൈഡ് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. തൊപ്പിക്ക് പറയാനുള്ളത് തൊപ്പി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ കാര്യമാണ് പറയണത്. എനിക്ക് ഇതിൽ അഭിപ്രായം പറയാനും സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനും എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തമ്മിലടിച്ച് കാണുന്നത് ഒരു വൃത്തികെട്ട ഒരു മെന്റൽ ഹെൽത്ത് ആയിരിക്കും എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും. അപ്പം തൊപ്പിയുടെ കാര്യമൊക്കെ തൊപ്പി വന്ന് അവൻ ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുമായിരിക്കും. ഇവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തോട്ട് എൻ്റെ പേര് പലയിടത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല, ഇതാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇന്ന് MRC-യിലെ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവരിന്ന് എന്തോ പരിപാടിക്ക് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഈ ലൈവ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വരും, അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഗെയിമാണ്. എനിക്ക് നാളെ MRC എതിരെ വന്നാലും MRC-ക്ക് എതിരെ സംസാരിക്കും. കാരണം എൻ്റെ ഗ്യാങ്ങിനെതിരെ വന്ന അത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇവരുടെ ഒന്നും ഒരു ഓസി കാര്യങ്ങൾ എനിക്ക് അവരാധിക്കേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ അവരെ കാണുകയും ചെയ്യും, ഇതാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും എനിക്കില്ല. ഗെയിമിൽ വരുമ്പോൾ എൻ്റെ ഒപ്പോണന്റാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇനി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇവരുടെ ഇഷ്യൂസ് കാര്യങ്ങൾ സ്പാം ചെയ്യരുത്. എനിക്കിതെല്ലാം അറിയാവുന്നതാണ്. ഈ പറയണ ഇൻക്ലൂഡിങ് ബൂട്ട് ക്യാമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇവരെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ സത്യമുണ്ട് സത്യമില്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വെറുതെ അവരുടെ പ്രശ്നത്തിലോട്ട് എനിക്ക് തലയിട്ട് വെറുതെ ഒന്നാമത്തെ കാര്യം അത് വെച്ച് റീച്ചും ഉണ്ടാക്കേണ്ട, എനിക്ക് അതിനകത്ത് ഇടപെടാൻ വേണ്ട. എനിക്കൊരു കോൺട്രവേഴ്സിലോട്ട് അടുത്ത് പോകാൻ താല്പര്യമില്ല. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നമുക്ക് ഇന്ന് സിറ്റിയിൽ കയറണം. വൈ ഡോണ്ട് മിസ് അങ്ങനെയല്ല, ഞാൻ RP സ്ട്രീം കുറച്ച് ദിവസം അതിലൂടെ ചെയ്തിട്ട്, അപ്പൊ RP-യിലോട്ട് കയറാം എന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നോ സിറ്റി ഇല്ലേ? സിറ്റി പോയി ശരിക്കും സിറ്റി പോയ അത് നിങ്ങൾ എന്നെ ഊക്കാൻ വേണ്ടി പറയണാണോ?
മോനെ ഇന്നത്തെ സിറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പാപ്പനെ നേരെ വിളിച്ചിട്ട് ഇന്നത്തെ ടർഫ് സെർവറിലെങ്കിലും ഞാൻ ആർപ്പ് ചെയ്യും. ഒരു സംശയമില്ല, മനസ്സിലായ? ഞാൻ അപ്പാപ്പനെ വിളിച്ചു ഇപ്പൊ ഞാൻ ടർഫ് സെർവറിൽ ആർപ്പ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടുന്ന്. ഓക്കെ, വേറെ അതിന് ഒരു വർത്താനവും ഇല്ല. ഹലോ അണ്ണന്റെ സപ്പോർട്ട് മുത്തേ ചങ്കേ എനിക്കൊരു കാര്യം കാണിക്കണ്ടേ? ഒരു മിനിറ്റ് എടാ എനിക്കൊരു കാര്യം കാണിക്കണ്ടേ? ജസ്റ്റ് ഇത് നോക്കണേ, എല്ലാരും നോക്കണേ. ഏതാണ്? എല്ലാരും കേറണേ. റേസ് കളിക്കട്ടെ അവൻ സ്റ്റിയറിംഗ് എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 ഡ്രൈവർ ആവുമെന്ന് ഞാൻ എന്റെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരുന്ന് VC വന്നിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അല്ലയാ ഇത് ഭയങ്കര ഈസി അല്ലേ, എന്തൊരു എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. നോക്കി എന്ത് അടിപൊളിയാ. കൺട്രോളൊക്കെ അടിപൊളി. ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങി നടക്കുന്നത് ഇതിന് വേറെ വണ്ടി ഇറങ്ങി നടക്കണമല്ലോ. ഇതില് വളരെ 10 കിലോമീറ്റർ നടക്കാൻ ലോകത്ത് നടക്കാൻ പറ്റാത്തത്. അതല്ല നമ്മളിങ്ങനെ 12ാമത്തെ പൊസിഷനിലുള്ളവരെ ഇത് അടിച്ചു, ഇത് അതുപോലും ഇല്ല. ചാറ്റിനെന്ന് പറയാനറിയാം 12 ഫുൾ മാർക്കെന്ന്. എന്റെ അമ്മോ, ഞാൻ കഴിയുന്നുണ്ടോ കണ്ണാപ്പി? ശരിക്കും എന്ത് യോഗ്യത ഉണ്ടാ? ഞാനിത് വരട്ടെ, എന്തായാലും ഇത് ഇത്ര ഇതുപോലെ കളിക്കുന്നില്ല. അല്ല നീ കീബോർഡ് കളി ആദ്യം. അപ്പൊ ഇങ്ങനെ മുട്ടി നോക്കുമല്ലോ ഇങ്ങോട്ട്. നീ ജയിക്കണം, നീ ഓടിച്ച് ജയിക്കണം. അളിയ നീ ഇപ്പൊ ഇട്ടിരിക്കുന്നതേ മീഡിയം ബോട്ടാ. ഞാനിപ്പോ പ്രോ ബോട്ടിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, മനസ്സിലായ? പിന്നെ അൺബീറ്റബിളിൽ ഞാൻ ലൈവ് ഇട്ട് ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? എന്റെ സ്റ്റിയറിംഗ് പോലെ ഇവിടുത്തെ സ്റ്റിയറിംഗിൽ അൺബീറ്റബിളിൽ ഞാൻ ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? ഫസ്റ്റ് കളി തന്നെ ഫസ്റ്റ് അടിക്കാം. അൺബീറ്റബിൾ ഫസ്റ്റ് അടിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാ. എന്നാലും ഞാൻ ഓടിക്കും. ഇങ്ങനെ 12 ആവൂല അൺബീറ്റബിളില്. അല്ല ഇവിടെ ഗോട്ടില്ലാണ്ട് ഒരു സംസാരം എന്തോര് ഒഴിവാക്കിടെ ഇവരൊക്കെ ഒഴിവാക്കിവിടെ. ഗോകുലെ പൊട്ടിക്കാൻ പറ്റുമോ കീകളെ? എടാ നീ ഗോകുവിന്റെ സ്ഥാനത്ത് പിടിക്കാടാ. നീ നിന്റെ കാര്യം പറയാ. ചന്ദ്ര നീ എന്റെ സാമാനത്തിൽ പിടിക്കണ്ട കേട്ടോ, മനസ്സിലായ? നീ നിന്റെ കാര്യം പറ, നിന്റെ കാര്യം. ഈഗിളിനെ എന്നെയും പഠിപ്പിക്കണമെന്ന് നീ ഒന്ന് പിടിച്ച് പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? നമ്മളെ സാമാനം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് പിടിപ്പിക്കണം, മനസ്സിലായില്ലേ? ഇതില് നീ എന്നെ പിടിക്കണ്ട, മനസ്സിലായ? ഇതില് നമ്മള് ടീം, നീ കൊണക്കല്ലേ? വിഷയാണല്ലോ ഇല്ല കേട്ടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നീ വെളിയിൽ എഡിറ്റ് ചെയ്തതാണോ അതോ അകത്ത് തന്നെ ചെയ്താണോ? റോ മോഡൽ എടുത്ത ഫോട്ടോ. റോ ആണിത്. റോയ കണ്ടറിഞ്ഞത് അടുത്ത ടെക് പ്രോ വന്നു. ഒരു കഴിവില്ലാണ്ട് പക്ഷെ എല്ലാത്തിനും സംസാരിക്കുന്ന ഒരു മൈൻഡേ ഉള്ളത്. അതറിയാലോ. അത് നീ നമുക്ക് ചാറ്റിലുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എടാ എല്ലാരും സിറ്റി കയറണം. അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല. എടാ 007 ഇന്നത്തെ ലൈവ് തീരുന്നതിന് മുമ്പ് ലൈവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ പോത്തുള്ളൂ, മനസ്സിലായ? ലൈവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. എടാ Z30 ഇഷ്യൂ എന്തോടാ എല്ലാരും പറയണേ? ഇവിടെ ചാറ്റിൽ എന്റെ അടുത്ത് Z30 ഇഷ്യൂ എന്ന് പറയണ എന്താ സംഭവം? എന്തൊക്കെ പറഞ്ഞെന്ന് ഇവിടെ പറയുന്നുണ്ട്, അറിഞ്ഞൂടെ എന്താ ഞാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ
ഇന്നെന്തോ സിറ്റുവേഷൻ എന്തോ ആയിരുന്നല്ലോ എടാ പറഞ്ഞോ സിറ്റുവേഷൻ ഉള്ളവര് പറഞ്ഞോട് ഞാൻ ഇവിടെ ആരും ഇല്ലേ എടാ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. സ്റ്റീവ് ഞാൻ ഉറങ്ങിയിട്ടിട്ട് കുറച്ച് മുമ്പ് സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല എന്താ. ഞാൻ ഗ്രൂപ്പിലില്ലായിരുന്നോ എല്ലാം ഞാൻ പറഞ്ഞുതരായിരുന്നു. നിന്നെ ഗ്രൂപ്പിൽ കിട്ടിയത് എന്റെ അറിവോട് കൂടിയാണ്. എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലും അത് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഡിസിഷൻ ആണ് ഇന്ന് അവൻ എടുത്തത്. മനസ്സിലായ ഞാൻ ചന്ദ്രൻ ഇത്ര എന്താ പറഞ്ഞു ഞാൻ ഇത്ര പറഞ്ഞാ എടാ അതല്ല കണ്ണാപ്പി എന്തിനാണ് ഇറങ്ങിപ്പോയെ? എന്തോ കാര്യമായിട്ട് മെസ്സേജ് ഇട്ടു ഞാൻ പറഞ്ഞു ചാറ്റിൽ ഇന്ന് കുറച്ച് പേര് പുതിയതായിട്ട് വീണ്ടും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ചാറ്റിൽ എന്റെ ചാറ്റിൽ സ്പാം ചെയ്തിട്ട് കാര്യമില്ല. ആര് എക്സ്പോസ്ഡ് ആയാലും ഗൈസ് അത് അവരുടെ പ്രശ്നം. എനിക്കതിൽ റോളില്ല. നിങ്ങൾ അവിടെ പോയി സംസാരിക്കണേ പ്ലീസ്. നിങ്ങൾ അത് വിട്ടേരാ. എനിക്ക് അതിനകത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ കുറെ പേര് ചാറ്റിൽ സ്പാം ചെയ്യുന്നു. അത് നിങ്ങൾ അവിടെ പോയി അവരുടെ അകത്ത് സംസാരിച്ചോ. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നമുക്കെതിരെ നിന്നവരല്ലേ അവന്മാർ ഊമ്പിയപ്പം ഇവന്റെ വായിന്ന് എന്തോ കേൾക്കുന്നതെന്ന് വരാമെന്ന് വിചാരിച്ച് ഇവനെ പോയി ട്രിഗർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുന്നവന്മാരുണ്ട്. ആര് ഊമ്പിയാലും അത് ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ ശരി. ഞാൻ ഗെയിമിന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടോ ഗെയിലോട്ട് കയറോടെ നീ ഇത് വാങ്ങിച്ചോടാ 007? ഇല്ല ഇന്ന് മേടിക്കാം ചോക്കി. ഇന്ന് ലൈവ് ഗോകു എടാ ചന്ദ്രന്റെ കളി കണ്ടടാ റേസിംഗ് വീൽ വെച്ചിട്ട്. നല്ല അപ്പി യോഗി. അതിൽ നന്നായിട്ട് ഓടിക്കണം നമ്മള് ഫസ്റ്റ് ഡേ ഒക്കെ. കണ്ണും പൂട്ടി വല്ല അവനെ തോപ്പിക്കാനെ സത്യം കണ്ണ് കെട്ടി വിട്ടാ ഇപ്പഴും ഞാൻ അവനൊക്കെ മുന്നിലായിരിക്കും. സിറ്റി കാണാൻ ഞാൻ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇടാം എല്ലാരും ഒന്ന് കേറാൻ. സെർജിയോടെ ലൈവ് എടാ ഞാൻ എന്തോ നോക്കാം. ഞാൻ അറിഞ്ഞില്ല എന്തോ പ്രശ്നം ഞാൻ അറിഞ്ഞില്ല. സെർജിയോടെ ലൈവ് ഞാൻ ഇത് കഴിയുമ്പോ നോക്ക്. ഇപ്പൊ നമുക്ക് സിറ്റി കയറണല്ലോ. സിറ്റി കയറിയിട്ട് ഇതാക്കാം. ഞാൻ ആരെന്നറിയാവോ? നീ ഇവിടെ ടി വിയിൽ ഒരു ഊമ്പൻ ഉണ്ടെങ്കിൽ അത് നീ. ഞാനാണ് ഇത് തങ്കനാണ്. അങ്ങനാണെങ്കിൽ മാറിയിരിക്കുക. നീ വീട്ടിലെത്തിയോടാ? ഞാൻ എത്തി. ആ കൊച്ചി ഇറക്കുന്ന ജീവനുണ്ടോ? ഓക്കെ അതറിഞ്ഞാ മതി. പയ്യൻ സേഫ് അല്ലേടാ. ഒന്നും പറയുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നീ വെറുതെ. ഇന്നലെ രാത്രി ഞാൻ കണ്ണാപ്പിയുടെ അച്ഛനോട് സംസാരിച്ചു കേസ്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളുടെ പോക്കൃത്തരങ്ങൾ മാത്രം വർഷങ്ങൾ 5 വർഷം 6 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് എന്റെ മോൻ നന്നായി എന്ന് ഒരച്ഛൻ പറയില്ല. അത് ഇവർ കാണിക്കുന്ന പോക്കൃത്തരങ്ങളുടെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യം. അത് വലിയ കാര്യമാണ്. വീട്ടിൽ മൊത്തം അഭിപ്രായമാണ്, ഭയങ്കര അഭിപ്രായമാണ് അതിനെ പറ്റി. കീപ് ഇറ്റ് അപ്പ്. നല്ല വെരി ഗുഡ് ജോബ്. വെരി 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 ഓക്കെ. ഇന്നലെ മറ്റേ പയ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടൻ? പാവം ചെറുക്കൻ ജോക്കി. എന്ത് പാവം ജോക്കി. സത്യം പറയാലോ, ഇവനെ അയാൾ എവിടുന്ന് പറക്കിയെടുത്തോണ്ട് വന്നതാ. എനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ജനിച്ചത്. ഇത് തലയിലും ആയിപ്പോയി. ഇവനെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ആയിപ്പോയതാണ്. മനസ്സിലായ? ഇവനെ എവിടുന്നോ പറക്കിയെടുത്തോണ്ട് വന്നതാ പുള്ളി. അവ തങ്കപ്പെട്ട ചെറുക്കൻ. സത്യം. അയ്യോ